വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ട്രാൻസാക്ഷൻ. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസും ചെയ്യുന്നത്. ഇപ്പം മൊബൈൽ ബില്ലാണെങ്കിലും ഷോപ്പിൽ പോയാൽ ഷോപ്പിലെ പർച്ചേസ് ആണെങ്കിലും അതുപോലെ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ മൊബൈലിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് വഴിയിട്ടാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നമുക്കിപ്പം ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ. വൺ സെക്കൻഡ്. സോ പെട്ടെന്ന് ഞാനൊരു ദിവസം നോക്കിയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് $39.99 USD ഡോളർ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി ഒരു ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടില്ല. ആവശ്യമായി ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കാൻ ബാങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഡോണറ്റ് കഴിച്ചിട്ട് പോകാം അല്ലേ. നല്ല ഡോണറ്റ് എൻ്റെ മോൾ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നെ കേട്ടോ. എവിടെ നിന്ന് വാങ്ങിച്ചാ? ഡങ്കിൻ ഡോണറ്റ്സ്. സൂപ്പർ. ലിപ്സ്റ്റിക്കെല്ലാം പോയി സാരമില്ല. അത് ഷുഗർ ആയിരിക്കും. അടിപൊളി. സോ നമുക്ക് ഇല്ല, ഞാൻ വേർതിരിക്കുക. സോ നമുക്ക് ബാങ്കിലോട്ട് പോകാം. ഞാൻ ഇതൊന്ന് തുടക്കട്ടെ. മനസ്സിലാക്കാം. ഞാൻ കളിക്കാൻ പോകണം. ഞാൻ ആ ഡോണറ്റ്സ് കൊള്ളാം കേട്ടോ, നല്ല ഡോണറ്റ്സ്. വായിൽ വെച്ചപ്പം അലിഞ്ഞു പോകും. അതിവിടെ അടുത്ത് ഖത്തറിൽ ഡങ്കിൻ ഡോണറ്റ്സ്, അത് മിക്ക സ്ഥലങ്ങളിലും ദുബൈയിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ ഡോണറ്റ് ഇവിടെ ഡങ്കിൻ ഡോണറ്റ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഡോണറ്റ്. സോ നമ്മൾ താഴോട്ട് പോവുക. ഒരു യൂബർ ബുക്ക് ചെയ്യണം. യൂബർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ബാങ്കിലോട്ട് പോകാം. ഞാൻ ഈ ഷേഡ് വെക്കുന്നത് ഇവിടെ ഭയങ്കര വെളിച്ചമാണ് കേട്ടോ. നമുക്കിവിടെ ഇവിടെ വിൻ്റർ ക്ലൈമറ്റ് ആണെങ്കിലും എൻ്റെ വണ്ടി വന്നു. ഇവിടെ വിൻ്റർ ക്ലൈമറ്റ് ആണെങ്കിലും സൺ ഭയങ്കര ഹാർഷാണ്. നമുക്ക് നല്ല പ്രകാശമാണ്, ഓവർ പ്രകാശമാണ്. നമ്മുടെ നാട്ടിലത്തെ പ്രകാശത്തെക്കാട്ടും കുറച്ചും കൂടെ കൂടുതലാണ്. അതുകൊണ്ട് ഷെയ്ഡ് വെക്കുന്നത് കണ്ണിന് സേഫാണ്. ഓക്കെ. ഹലോ. അന്നേരം ഇനി അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതി. അന്നേരം ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു നിർത്തിയത്, ഒരു ദിവസം രാത്രിയിൽ $39.99 USD പെട്ടെന്ന് എൻ്റെ കാർഡിൽ നിന്ന് കട്ടായി. എനിക്ക് ആ മെസ്സേജ് വന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായി. കാരണം ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രോഡ് ലൈൻ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ നമുക്കൊരു പേടി തോന്നുമല്ലോ. ഞാൻ അപ്പം തന്നെ ബാങ്കിൽ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തു. അന്നേരം വൺസ് ഫ്രോഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, കാർഡ് ബ്ലോക്ക് ചെയ്യട്ടേയും ചോദിക്കും. അന്നേരം ഞാൻ ഓക്കെ പറഞ്ഞു, കാർഡ് ബ്ലോക്ക് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഇനി ഒരു ട്രാൻസാക്ഷൻ ഇങ്ങനെ നടക്കണ്ടെന്ന് കരുതി അങ്ങനെ കാർഡ് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ബാങ്കിൽ നിന്ന് തന്നെ എനിക്ക് പുതിയൊരു കാർഡിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ 3 to 4 days കഴിഞ്ഞപ്പം എനിക്ക് ആ കാർഡ് കിട്ടി. അന്നേരം ഇന്ന് ഞാൻ കളക്ട് ചെയ്യാൻ പോവുകയാണ് കാർഡ്. ഇനിയിപ്പം നമുക്ക് ആ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ഇട്ടിട്ട്, മീൻസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പാസ്വേഡ് വെച്ചിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അന്നേരം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു ട്രാൻസാക്ഷൻ അതൊരു ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ. ഇപ്പം ഈ $39.99 USD എന്ന് പറയുമ്പം ഏകദേശം ഇന്ത്യൻ രൂപ വന്നിട്ട് 5000-നകത്ത് വരും, 4000 സംതിങ് വരും. അന്നേരം എത്ര രൂപയാണെങ്കിൽ പോലും, എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ, ഫ്രോഡ് ലൈൻ ട്രാൻസാക്ഷൻ നടന്നാൽ അപ്പം തന്നെ ബാങ്കിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം പറ്റുമെങ്കിൽ നമ്മൾ ആ കാർഡ്, പുതിയൊരു കാർഡ്, ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഡ് മാറ്റിയിട്ട് പുതിയൊരു കാർഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എനിക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വേറൊരു രീതിയിലും പല ലിങ്കും വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒന്നിനകത്തും ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അറിയാത്ത പല കാര്യങ്ങളിലും ട്രാൻസാക്ഷൻസിൽ ഞാൻ എൻ്റെ മൊബൈൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്താൽ തന്നെയും ഞാൻ ഈ പറഞ്ഞ എൻ്റെ കാർഡ് സേവ് ചെയ്യാറില്ല. എനിവേ എന്തായാലും ഇങ്ങനൊരു കാര്യം സംഭവിച്ചു. ഇനി അത് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങേയറ്റം ട്രൈ ചെയ്യണം. കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, ഇത്രയും നാൾ ഞാനിവിടെ ഉണ്ടായിട്ട്, ഖത്തറിലുണ്ടായിട്ടും. എനിവേ ഇറ്റ്സ് ഓക്കെ. അതായത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ സിറ്റിക്കകത്തുള്ള കുറേ കാര്യങ്ങളാണ്. ഇവിടെ ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. മാക്സിമം മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ഇത് തന്നെ കണ്ടില്ലേ, ഒരു ബിൽഡിംഗാണ്, അതിൻ്റെ വോളെല്ലാം ഈ ഗ്രാസ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ ഈ വിൻ്റർ സമയത്ത് ഒരുപാട് പൂക്കളുള്ള ചെടികൾ നട്ടു വളർത്താറുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോയും ഫോട്ടോസൊക്കെ ഒരുപാട് പേര് എടുക്കാറുണ്ട്.
ഈ പറയുന്ന ഫുട്പാത്തിലും കാര്യങ്ങളിലെല്ലാം പൂക്കൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇവിടെ ഫുള്ള് ഗ്രാസാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ ചില ഏരിയയിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. കാരണം അവിടെ നമുക്ക് ഫുട്പാത്ത് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ, ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സൈഡിലല്ല, ആ നടക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കുറേ ഏരിയാസ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ഫ്ലവേഴ്സ് ആയിരിക്കും. പിന്നെ ഇത് ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കോർണിഷ് എന്ന് പറഞ്ഞൊരു സൈഡാണ്. കാരണം ആ കുറേ വലിയ വലിയ ബിൽഡിങ്സ് നിൽക്കുന്നുണ്ടോ, അത് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ്. അകത്തോട്ട് പോകുകയാണെങ്കിൽ ഈ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിൽഡിങ്സ് ആണ്. നമ്മളതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഒരു ഇച്ചിരിയേ കാണത്തുള്ളൂ, കാരണം അത്രയും വലിപ്പമുള്ള ബിൽഡിങ്സാണ്. 100 നിലകളിലൊക്കെ മേളിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. അന്നേരം ഇതാണ് ഈ ഒരു വ്യൂ ഖത്തറിൻ്റെ. കണ്ടോ, ചെറിയ ചെറിയ പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയത് കണ്ടോ. അന്നേരം ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അന്നേരം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എനിക്ക് ബാങ്കിൽ ചെന്നിട്ട് ഓൾറെഡി ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആ ഒരു സിസ്റ്റം ഇല്ല, ക്യൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടും. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പം തന്നെ ആ സമയത്ത് നമ്മൾ ചെന്നാൽ മതി. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താൻ പറ്റും. അന്നേരം ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് വോയിസ് ഓവറിൽ പറയാനായിട്ട്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, ഞാൻ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ അത് മീൻസ് പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാഴ്ചയുടെ കൂടെ ഞാനിത് പറയാമെന്ന് കരുതിയത്. ഓക്കെ, ശരി. താങ്ക് യു. സോ നമ്മൾ ബാങ്കിലെത്തി. എനി പ്രോബ്ലം? സോ നമ്മൾ ബാങ്കിലെത്തി. ഒരു ചടങ്ങ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്ത ഗതികെട്ടവൻ ആരാണോ ആവും. ഓക്കെ, ബാങ്കിനകത്ത് വന്നു. ഇനി കുറച്ച് നേരം വീഡിയോ ഓഫായിരിക്കും. ഓക്കെ, ഹായ്, ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്. ക്രെഡിറ്റ് കാർഡ് കിട്ടി, പക്ഷേ നമുക്കത് ഇനി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സിസ്റ്റം ത്രൂവേ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ എഗെയിൻ ബാങ്കിൽ പോകണം എന്നൊക്കെ പറയുന്നു. അതെനിക്കിനി കസ്റ്റമർ സർവീസുമായിട്ട് ഫോളോ അപ്പ് ചെയ്താലേ കറക്റ്റ് പ്രോസസ്സ് അറിയത്തുള്ളൂ. സോ ഇത് കണ്ടോ, ഇനി ബാങ്കിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് എഗെയിൻ യൂബർ ബുക്ക് ചെയ്യണം. യൂബർ ബുക്ക് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിലെ കുറച്ച് പണികളുണ്ട്. പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് വർക്കിംഗ് ഫ്രം ഹോമാണ്. ഒരു 2:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. സോ നോക്കിക്കേ, ഇനി ഞാൻ എഗെയിൻ ഇനി ബാങ്കിൽ പോകണം, ക്രെഡിറ്റ് കാർഡ് ആക്റ്റീവ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം തോന്നല്ലേ, ഫസ്റ്റ് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. യൂബർ വന്നു. ഓക്കെ, നല്ല വെയിലുണ്ട്, പക്ഷേ ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ മാനേജബിളാണ്. മോളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് ഉണ്ടായിരുന്നു. അത് അവൾ കളിക്കുകയാണ് വീട്ടിൽ, കാരണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ. ലവ് യു ഫ്രം മൈ ഹാർട്ട്. ബൈ ബൈ.